കൂടി ക്യൂവിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുമ്പോൾ അതിനേക്കാൾ സന്തോഷം. പുതുതായി വന്നവരെ എടുക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വന്ന വെള്ളം നിന്ന വെള്ളത്തെ കൂടി കൊണ്ടുപോകാൻ നോക്കേണ്ട ഉത്തരവാദിത്വം സംഘടനാ ഭാഗമായി. കാരണം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരിൽ നമ്മളോടൊപ്പം പടപോരാട്ടം നടത്തിയവർ ഒരുപാട് പേരുണ്ട്. ഞാൻ നിങ്ങളെ ആ കാര്യത്തിൽ അഭിമാനിക്കുകയാണ്. നിങ്ങൾ പ്രതിസന്ധിയുടെ 10 വർഷക്കാലവും നമ്മളോടൊപ്പം ചേർന്നു. അവസാനത്തെ ഒരു മാസം വന്നപ്പോ നിങ്ങളുടെ നെഞ്ചിന്റെ അകത്തുള്ള ഇടിപ്പെനിക്ക് മനസ്സിലാവുന്നുണ്ട്. വരൂ, ഇനിയും വരാതിരിക്കുമോ? ഏറ്റവും കൂടുതൽ നെഞ്ചിനകത്ത് തീ കയറിയിരുന്നവർ ഇരിക്കുന്ന നേതാക്കന്മാരാണ്. കാരണം ഇനി ഒരിക്കൽ കൂടി താങ്ങാനുള്ള കരുത്ത് അവർക്കാണ് ഉണ്ടാവുന്നത്. വന്നില്ലെങ്കിൽ എന്തു ചെയ്യും എന്ന് വിചാരിച്ച് തപിച്ചിരുന്നവരുമുണ്ട്. ഇനി എന്തു വന്നാലും നിന്നതിൽ മാറ്റമില്ല എന്ന് ധരിച്ച് വശായിരുന്നവരും അധികമുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സംഘടനയിൽ പ്രവർത്തിച്ചത് കൊണ്ട് ആത്മാഭിമാനത്തിന് ദോഷമുണ്ടാകുന്ന ഒരു കാര്യവും നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയില്ല എന്ന് നിസ്സംശയം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഫിനാൻസിന്റെ ചരിത്രമൊക്കെ നേതാക്കന്മാരുടെ പറഞ്ഞു കാണും. ഞാൻ ഷെഫീഖ് സാർ പോയോ ഉണ്ടോ? ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് നമ്മൾ അധികമായി പിരിച്ചെടുത്ത നികുതി എത്രയാണ്? എത്ര കോടി അധികം പിരിച്ചെടുത്തു? ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ സർക്കാർ മാറി നമ്മുടെ സർക്കാർ വന്നതിന് ശേഷം നികുതി പിരിക്കാതിരുന്ന മേഖലകളിൽ നികുതി പിരിച്ച് കോടിക്കണക്കിന് രൂപ, ഏകദേശം ആയിരക്കണക്കിന് കോടി രൂപയുടെ അധിക വരുമാനം സർക്കാരിന്റെ ഖജനാവിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്തവർ ഉദ്യോഗസ്ഥരെ. നമ്മൾ അവരെ അഭിവാദ്യം ചെയ്യുകയാണ്. ഒരു സംസ്ഥാന സർക്കാർ എങ്ങനെയെല്ലാം അവർക്ക് ഇഷ്ടമുള്ളവരെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് PSCയിലെ തട്ടിപ്പ്. അല്ലേ? പ്ലാനിംഗ് കമ്മീഷനിലേക്ക്, പ്ലാനിംഗ് ബോർഡിലേക്ക് നടക്കുന്ന ഒരു എക്സാം, അതിൽ കുറെ സാധാരണക്കാരായ പാവങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എത്ര തന്ത്രപരമായിട്ടാണ് ഇവരിങ്ങനെ കൈക്കലാക്കിയെന്ന് ആലോചിച്ചൊക്കെ ഒരു തവണ കൂടി വന്നിരുന്നെങ്കിൽ യവന്മാർ ഇതിനെ മുഴുവൻ വിറ്റ് തീർന്നനെ. അറിയോ, ആ പരീക്ഷ എഴുതിയിട്ട് റാങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരാളുടെ അത് കിട്ടിയില്ല. അദ്ദേഹം ചോദ്യ പേപ്പർ അപേക്ഷ കൊടുത്തില്ല. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തു. ആദ്യഘട്ടത്തിൽ കൊടുത്തില്ല, അപ്പീൽ കൊടുത്തു. അപ്പൊ കൊടുക്കാൻ ഉത്തരവിട്ടപ്പോഴാണ് അറിയുന്നത് 1ാമത്തെയും 2ാമത്തെ മുതൽ 9ാമത്തെ റാങ്ക് വരെയുള്ള റാങ്കുകളിൽ സഖാക്കന്മാരെ കുടിയിരുത്തതിന് വേണ്ടി PSCക്കകത്തുള്ള റാക്കറ്റുകൾ ഇടപെട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്കണം. എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ സഖാക്കളെ ആ ഓരോ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ സഖാക്കന്മാർ സംരക്ഷിച്ചത് എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് PSC. ലക്ഷക്കണക്കിന് നമ്മുടെ പാവപ്പെട്ടവന്റെ മക്കൾ പഠിച്ചിട്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് തെരുവിൽ ഈ സെക്രട്ടറിയുടെ മുമ്പിൽ ഉപ്പ് കല്ലിൽ ചവിട്ടുന്നുകൊണ്ട് സമരം, മുട്ടിലിടഞ്ഞുകൊണ്ട് സമരം, ഉടുപ്പൂരി സമരം, മരത്തിൽ കയറുന്നുകൊണ്ട് സമരം, മണ്ണെണ്ണ ഇടിച്ചുകൊണ്ട് സമരം നടക്കുമ്പോ അകത്തെ സഖാക്കന്മാർ മാർക്കറ്റ് എങ്ങനെയാണെന്ന് അറിയോ? ഇങ്ങോട്ട് നോക്ക്, താങ്ങിരിക്കല്ലേ, കുറച്ച് 5 പറ്റിയിരിക്കേ. ഒരു സംഘടനാ യോഗത്തിന് വന്നവരല്ലേ? എങ്ങനെയാണെന്നറിയോ മാർക്കിട്ടത്? സഖാവ് ഉത്തരം എഴുതാത്ത, അല്ലെങ്കിൽ ഉത്തരം തെറ്റി എഴുതിയ ചോദ്യങ്ങൾ ഏതാണെന്ന് വ്യക്തമായി പഠിച്ചതിന് ശേഷം അത് ഒഴിച്ച് കൗണ്ട് ചെയ്യാൻ തീരുമാനിച്ചു. എന്താ പറഞ്ഞാൽ, കേരളത്തിന്റെ തലസ്ഥാനം ഏത്? എറണാകുളം എന്ന് സഖാവ് എഴുതി. തിരുവനന്തപുരം എന്ന് ശരി ഉത്തരം എഴുതിയവറ്റത് എന്ത് ചെയ്തില്ല? അത് വാല്യൂ ചെയ്തില്ല, വിട്ടു. അങ്ങനെ ചോദ്യ പേപ്പറുകൾ ക്രമക്കേട് നടത്തി PSC എന്ന് പറയുന്ന സ്ഥാപനത്തെ ഒരു വെള്ളാനയാക്കി മാറ്റി. നമുക്ക് പ്രതികരിക്കണ്ടേ? അതിനെതിരായ ഒരു പ്രതിഷേധം ഈ സമ്മേളനത്തിൽ ഉയരണം. ഏറ്റവും കൂടുതൽ ആളുകളെ കുടിയിരുത്തിയ സ്ഥലം ആരോഗ്യ വകുപ്പാണ്. ഏകദേശം 1.25 ലക്ഷം പേരെയാണ് ഡെയിലി വേക്കൻസിയിലൂടെ പുറകിലൂടെ എടുത്തത്.
1.25 ലക്ഷം അനധികൃത നിയമനങ്ങളാണ് നടത്തിയത്. KS കിട്ടിയ ചെറുപ്പക്കാരെ ഞാൻ അധിക്ഷേപിക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ പരീക്ഷാ നടത്തിപ്പുകളിലും ഉദ്യോഗാർത്ഥികളെ എടുക്കുന്നതിലുമൊക്കെ ധാരാളം ക്രമക്കേടുകൾ കഴിഞ്ഞ 10 കൊല്ലക്കാലം നടന്നു. നമ്മൾ ക്രമക്കേട് നടത്തണമെന്നല്ല ഞാൻ പറയുന്നത്, സുതാര്യമാക്കണം ഈ രംഗം. നമുക്ക് നികുതി പിരിച്ചെടുക്കണം. കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റ് നിങ്ങൾ കേട്ടില്ലേ? എത്ര ആശയസമ്പുഷ്ടമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഇടതുപക്ഷത്തിന്റെ സാമ്പത്തിക വിദഗ്ധന്മാർ ബദൽ ധവളപത്രം പുറപ്പെടുവിച്ചത് നിങ്ങൾ എത്ര പേർ അറിഞ്ഞു? ആരെങ്കിലും അറിഞ്ഞോ? അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞു. ഞാൻ എല്ലാം അറിയുന്നവരാണെന്ന് വേണമെങ്കിൽ തലയാട്ടിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് പലരും അറിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മളൊരു ധവളപത്രം പുറപ്പെടുവിച്ചു. അതിൽ എണ്ണി ഞങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. കേരളം അറിഞ്ഞു, ചർച്ച ചെയ്തു. സാമ്പത്തിക ശാസ്ത്രജ്ഞനായി സ്വയം അവരോധിക്കപ്പെട്ട ഡോക്ടർ ഐസക് ഉപയോഗിച്ച ബദൽ പത്രം കേരളം ചർച്ച ചെയ്തില്ല. എനിക്ക് എന്ത് മനസ്സിലായി? ഇവിടെ ഒരു വിഷറിയുള്ളൊരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റ് UDF-ന്റെ ഗവൺമെന്റ്. മാറ്റമുണ്ടാകും. വിദേശ നിക്ഷേപങ്ങൾ വരും. മുഖ്യമന്ത്രിക്ക് വേഗത്തിൽ യാത്ര ചെയ്യേണ്ടി വരും. മുഖ്യമന്ത്രി കാളവണ്ടി കയറി യാത്ര ചെയ്യണമെന്ന് പറയുന്ന കാലമൊക്കെ മാറി. ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും സ്വന്തമായി അതിനുള്ള സൗകര്യങ്ങളുണ്ട്. കേരളവും അത് ഉപയോഗപ്പെടുത്തും. ആരും വിവാദമാക്കാനും നിൽക്കേണ്ടതില്ല. മുഖ്യമന്ത്രിയുടെ ഒരു സെക്കൻഡ് പോലും വിലപ്പെട്ടതാണ് അല്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രി രാവിലെ നീന്തൽ കുളത്തിൽ നീന്തി ആസ്ട്രേലിയൻ ആപ്പിൾ കഴിക്കുന്ന പശുവിന്റെ പാല് കുടിച്ച് പരിവാര സമേതം എഴുന്നേറ്റ് അതിനുശേഷം 42 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി തിരുവനന്തപുരത്തിലെ സകലമായ ട്രാഫിക്കുകളും മാറ്റി വല്ലാത്ത വേഗത്തിൽ കടന്നു വന്ന് ഒരീച്ച പോലും കയറാതെ സെക്രട്ടേറിയറ്റ് അകത്ത് എല്ലാം അടച്ച് ഇരുന്നതിന് ശേഷം തിരിച്ച് വീട്ടിൽ പോകുന്ന മുഖ്യമന്ത്രിയാണ്. ഹെലികോപ്റ്റർ ഉപയോഗിച്ചാൽ അത് തെറ്റ്, അത് ദൂർത്ത്, അത് ചോദ്യം ചെയ്യപ്പെടും. എന്നാൽ 24 മണിക്കൂറിൽ 6 മണിക്കൂർ ജനങ്ങളെ കാണുന്നു. രണ്ടാം ഉമ്മൻചാണ്ടിയെ പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിന്റെ കവാടത്തിനകത്ത് ആ വലിയ ഹാളിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു. ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നു. അവരെ കാണുന്നതിന് മുമ്പ് ആ കൗണ്ടറിന്റെ താഴെ ഇരിക്കുന്ന നിരാലംബരും ആശ്വാസം കിട്ടാൻ വേണ്ടി ദാഹിക്കുന്നവരുമായിട്ടുള്ള അമ്മമാരെയും അംഗപരിമിതരെയും കുട്ടികളെയും താഴെ ചേർത്ത് പിടിച്ചു കാണുന്നു. രാത്രി പകലന്തിയോളം കാണുന്നു. അതിനുശേഷം ഫയൽ കാണുന്നു. ജില്ലകളിൽ നിന്നും ജില്ലകളിലേക്ക് പറന്നു പോകുന്നു. അങ്ങനെയുള്ള മുഖ്യമന്ത്രിക്ക് യാത്രാ സൗകര്യം ഉണ്ടാക്കേണ്ടി വരും, യാത്ര ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി പാർട്ടി സമ്മേളനത്തിലല്ലേ ഹെലികോപ്റ്ററിൽ പോയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളും പോണ്ട, ഞങ്ങൾ പോകും. ജനങ്ങളെ കാണാൻ, ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ള കാര്യം ചെയ്യാൻ കഥവ് കടച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയല്ല ഇപ്പൊ കടന്നു വരുന്ന മുഖ്യമന്ത്രി. ഇവിടെ ഇപ്പൊ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. എന്തായിരുന്നു? പ്രളയം ഉണ്ടായാൽ ഉടൻ തന്നെ കേരളത്തെ താങ്ങി പിടിച്ച് മറ്റേ പടവലങ്ങ പോലെ കേരളത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വെച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന മുഖ്യമന്ത്രിയല്ല. സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്നില്ല. ജനങ്ങളെ സഹായിക്കൂ എന്ന് നെഞ്ചത്തടിക്കുന്നില്ല. സിസ്റ്റത്തോട് പറയുകയാണ്, ചെല്ലൂ, നോക്കൂ. മന്ത്രിമാരോട് ക്യാമ്പ് ചെയ്യുകയാണ്. മന്ത്രിമാർക്ക് മുകളിൽ റവന്യൂ മന്ത്രി ക്യാമ്പ് ചെയ്യുകയാണ്. MLA-മാർ ദുരിതബാധിത പ്രദേശങ്ങളിലെ MLA-മാരോട് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാൻ പറയുകയാണ്. സിസ്റ്റത്തെ ഉണർത്തുകയാണ്. പണം പ്രശ്നമായിരുന്നിടത്ത് പണം ഒഴുക്കുകയാണ്. പഞ്ചായത്തുകളിലേക്ക് നേരിട്ട് ഫണ്ടിറക്കുകയാണ്. മുകളിൽ നിയന്ത്രിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നിൽക്കുന്നു. ഇന്നിപ്പോ രാവിലെ പറയണം, മുഖ്യമന്ത്രി ചെളിയിൽ ചവിട്ടിയില്ലല്ലോ. നീ കണ്ടു എന്താണ്? അതെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം വന്നു. അപ്പൊ ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടും ഉറപ്പാണ്. 629 കോടി. 5000 ഒന്ന് പറഞ്ഞേ. 5629 കോടി രൂപ പിരിക്കാതെ കിടന്ന നികുതി
നമ്മുടെ സർക്കാർ വന്നതിന് ശേഷം ഖജനാവിലേക്ക് പിരിച്ചു കൂട്ടിയിട്ടുണ്ട്. അഥവാ ഖജനാവ് നിറയ്ക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരംഭിച്ചിട്ടുണ്ട് NGO സഖാക്കളെ. നിങ്ങൾ പറഞ്ഞു. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നിലവിളികൾ ഉണ്ടാവില്ല. നാടൊട്ടുക്ക് പാവപ്പെട്ടവന്റെ കുട്ടികളുടെ കായക്കൊടുക്കുകൾ പൊട്ടിക്കില്ല. സൈക്കിൾ മേടിക്കാൻ വെച്ചിരിക്കുന്ന കാശേ തരൂ, ഞങ്ങൾ ചെയ്യില്ല. ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിമാർ കക്കില്ല. അടിച്ചു മാറ്റാൻ വേണ്ടി ഏരിയ സെക്രട്ടറിമാർ നിന്നാൽ ഇപ്രാവശ്യം നടക്കില്ല. ഉദ്യോഗസ്ഥർ പലരും കട്ടത്രയും. ജനം കൊടുത്ത ദുരിതാശ്വാസ ഫണ്ടുകൾ കട്ടുതിന്നവർ ഞങ്ങളോട് പറയുകയാണ്, സിസ്റ്റം ശരിയല്ല. സിസ്റ്റം ശരിയാവും. കളക്ടർമാർ ക്യാമ്പ് ചെയ്യുന്നു, MLA മാർ റോഡിൽ ഇറങ്ങി നിൽക്കുന്നു, ആരെങ്കിലും കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി പോകേണ്ടിടത്ത് പോകുന്നു. മുഖ്യമന്ത്രിക്ക് വേഗം കൂടും. മുഖ്യമന്ത്രി K. കരുണാകരനെ പോലെ സഞ്ചരിക്കും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ സഞ്ചരിക്കും? എന്താണ്? K. കരുണാകരനെ പോലെ സഞ്ചരിക്കും. ആദ്യം ദ്രുതം സഞ്ചരിക്കും. ഉമ്മൻചാണ്ടിയെ പോലെ കരുതും. ഉമ്മൻചാണ്ടിയെ പോലെ കരുതും, ചേർത്ത് നിർത്തും. രണ്ടും ഒരു കരുണാകരനും ഒരു ഉമ്മൻചാണ്ടി കൂടെ ചേർന്നതാണ് ശ്രീ VD സതീശൻ എന്ന് പറയാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. നമ്മുടെ സിസ്റ്റത്തെ ഉണർത്താൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഇതിന് റിസൾട്ട് ഉണ്ടാക്കി തരേണ്ടത് നിങ്ങളാണ്, അല്ലേ? ആണല്ലോ. നിങ്ങളുടെ മുമ്പിൽ ഒരു ഫയൽ എത്തിയാൽ, നേരത്തെ മറ്റേ 7 മണി തള്ളിൽ പറഞ്ഞതുപോലെ കുരങ്ങുമാർക്ക് ഭക്ഷണം കൊടുക്കണം, ഉറുമ്പിന് ഭക്ഷണം കൊടുക്കണം, ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഫയൽ, അതിനിപ്പോ നാളെ ആവട്ടെ, അല്ലെങ്കിൽ വണ്ടിയിൽ നോക്കാം. ഇപ്പൊ ഓൺലൈൻ ഫയലാണ്. ഒരു ഫയൽ ഒരിടത്ത് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ഇപ്പൊ അറിയാം. അഥവാ പെങ്ങന്മാരെ, എവിടെയാണ് പിടിച്ചു വെക്കുന്നത് എന്ന് ജനമറിയുന്നു. എത്ര ദിവസം പിടിച്ചു വെക്കുന്നു എന്നും ജനമറിയുന്നു. എന്തിന് പിടിച്ചു വെക്കുന്നു എന്നും ജനമറിയുന്നു. അതുകൊണ്ട് ഫയൽ എത്തുമ്പോ എന്ത് ചെയ്യണം? ശ്രീകുമാർ സാർ അവിടെ ഇരിപ്പുണ്ട്. തന്റെ മുമ്പിൽ വരുന്ന ആളുകളെ ചിരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കണം. ഇന്നത്തെ ഫയൽ ഇന്ന് തീർപ്പാക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. നാളത്തേക്ക് മാറ്റിയാൽ അത് സ്റ്റേറ്റിന് നഷ്ടം. ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ ചെയ്യണം. കുത്തകളും അതുപോലെ തന്നെ നികുതി ഇളവിന് വേണ്ടിയിട്ട് വരികയും ചെയ്യുന്ന പേരാളന്മാരാരെങ്കിലും വന്നാൽ നോ പറയേണ്ടിടത്തിൽ നോ പറയണം. നിങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം സ്റ്റേറ്റ് ഈസ് ദ ഫസ്റ്റ്. സ്റ്റേറ്റ് ആയിരിക്കണം. ഐ ആം ദ സ്റ്റേറ്റ് എന്നല്ല. ഞാൻ ആവർത്തിക്കുന്നു, 10 കൊല്ലക്കാലം പറഞ്ഞതുപോലെ ഐ ആം ദ സ്റ്റേറ്റ് എന്നല്ല, സ്റ്റേറ്റ് ഫസ്റ്റ്. ഇതായിരിക്കണം മുദ്രാവാക്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വലിയ മാറ്റം വരും കേട്ടോ. എന്താണ്? വലിയ മാറ്റം വരും. നിങ്ങൾ കേരളത്തിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ, തടഞ്ഞു വെക്കപ്പെട്ട ആനുകൂല്യങ്ങൾ തിരിച്ചു വരുന്നതുൾപ്പെടെ, അവകാശ സംരക്ഷണത്തിന് വേണ്ടി ജീവനക്കാരെ മുമ്പ് നിർത്തുന്ന പോലെ ജീവനക്കാരോട് ആജ്ഞാപിച്ചുകൊണ്ടല്ല, ജീവനക്കാരെ വിരട്ടിയല്ല, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. കേറുന്നവർക്ക് കേറാൻ മടിച്ചു നിൽക്കുന്ന സഖാക്കന്മാർ ആരെങ്കിലും മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ അനുഭവം ഈ സെക്രട്ടേറിയറ്റിനകത്ത് അകത്തളത്ത് കയറി 5-10 കൊല്ലക്കാലം പോലീസ് ഫോഴ്സിനെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ട് കൈവെള്ളയിൽ വെച്ചവൻ വയനാട്ടിൽ പോയിട്ട് ഇപ്പോ കേരളം അപേക്ഷിക്കുകയാണ്. എന്തറിയോ? റിട്ടയർ ചെയ്യാറായി, സ്വന്തം ജില്ലയിൽ തരണം. സംസ്ഥാന സർക്കാർ പറഞ്ഞു നല്ല ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിന്റെ കഴിവ് നമുക്ക് വയനാട്ടിൽ പരിമിതപ്പെടുത്താൻ പാടില്ല. ആ വയനാടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്റെ വലിയ സേവനം അത്യന്താപേക്ഷിതമാകിയാൽ അവിടെ തന്നെ തുടരണമെന്നാണ് സർക്കാരിന്റെ താല്പര്യം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ടാ? അതുകൊണ്ട് ഉപദ്രവിച്ചവർ ഇനി ഒരിക്കലും UDF വരില്ല എന്ന് കരുതി കാലുമേ കാലിട്ടിരുന്നവർ, കോൺഗ്രസ്സുകാരെ കാണുമ്പോൾ തലകുമ്പിട്ടിരുന്നവർ, കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചിട്ട് കോൺഗ്രസ്സുകാരുടെ മക്കളായി ജനിച്ചിട്ട് അപ്പുറത്തോട്ട് ഓരം ചേർന്നവർ, കോൺഗ്രസിന്റെ കുടുംബ ബന്ധങ്ങൾ ഒരിക്കലും പറയാത്തവർ, അങ്ങനെയുള്ളവർ ഇപ്പൊ വന്നിട്ട് പറയുകയാണ് 5 തലമുറയായിട്ട് ഇപ്പൊ കോൺഗ്രസ് ഇല്ല, ഞാൻ കോൺഗ്രസ് കുടുംബമാണ്. ഇപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാചകം
KSU, പഴയ KSU. ശരിയായിരിക്കും, KSUവിന്റെ കാലത്ത് ഒരു ദിവസം മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം കഴിഞ്ഞ 35 കൊല്ലമായിട്ട് അവരോട് കൂടെയാണ്. ഇപ്പൊ വന്നിട്ട് പറയാണ് KSU, പഴയ KSU, കോൺഗ്രസ് കുടുംബമാണ്. എന്താണ് അപ്പോഴും പറയുന്നില്ല, കോൺഗ്രസ് എന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്? കോൺഗ്രസ് കുടുംബമാ. ആരാ? അമ്മയുടെ അനുജത്തിയുടെ മോന്റെ നാത്തൂന്റെ അളിയന്റെ അമ്മായിയപ്പന്റെ വകയിൽ ഇപ്പോഴും കോൺഗ്രസ് ആണ്. സഹോദരങ്ങളെ, നിങ്ങൾ കോൺഗ്രസ് ആയി നിൽക്കണം. എങ്ങനെ നിൽക്കണം? കോൺഗ്രസ് ആയി നിൽക്കണം. ഏത് പ്രതിസന്ധി ഉണ്ടായാലും കോൺഗ്രസ്, എത്ര അവഗണിച്ചാലും കോൺഗ്രസ്, പരിഗണിച്ചാലും കോൺഗ്രസ്, പരാതി പറയാത്ത കോൺഗ്രസ്. അങ്ങനെ നിൽക്കണം. നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും. ഈ സ്റ്റേറ്റിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ സേവനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ആസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന പശുവിന്റെ പാലെ കുടിക്കുന്നുള്ള നിർബന്ധം മുഖ്യമന്ത്രിക്കില്ല. കിയ കാർണിവലിൽ ഇങ്ങനെ ഊഞ്ഞാലിൽ ആട്ടിയതുപോലെ യാത്ര ചെയ്യണമെന്നില്ല. 41 വാഹനങ്ങൾ ഉണ്ടെങ്കിലേ പോകൂ എന്നുള്ള, പാർട്ടി സമ്മേളനത്തിലേക്ക് പറന്നേ പോകൂ, അതും ഹെലികോപ്റ്ററിലേ പോകൂ എന്ന നിർബന്ധമില്ല. പിന്നെ നല്ല നെയ്മീൻ ഇല്ലെങ്കിൽ ഭക്ഷണമേ കഴിക്കുകയില്ല. നെയ്മീൻ എന്നല്ലേ പറഞ്ഞത്? കരിമീൻ എന്നാണ് നെയ്മീൻ. നെയ്മീൻ ഇല്ലെങ്കിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ അവരെ അപമാനിച്ചുകൊണ്ട് എഴുന്നേറ്റങ്ങ് പോകണമെന്ന് നിർബന്ധം ഈ മുഖ്യമന്ത്രിക്കില്ല. ജനങ്ങളെ കാണുമ്പോൾ ദൂരോട്ട് അടിച്ചോട്ടിക്കുകയില്ല. കിടപ്പ് രോഗികളോ സാധാരണക്കാരോ വന്നൊരു ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറയില്ല. ചേർത്ത് പിടിക്കും. നിങ്ങളും ചേർന്ന് നിൽക്കണം. ചേർന്ന് നിൽക്കാതെ പുറത്തിറങ്ങി ഈ സിസ്റ്റത്തെ തകർത്ത് കളയാം. കോൺഗ്രസ് ആണ്, പുറത്തിറങ്ങി സിസ്റ്റത്തെ തകർത്ത് കളയാമെന്ന് പറഞ്ഞുകൊണ്ട് കുമ്പിടിയാവാൻ നിൽക്കുന്നവരെയും മാനിക്കുന്ന പ്രശ്നമില്ല. ചേർന്ന് നിൽക്കണം. സർക്കാരിനോടൊപ്പം യാത്ര ചെയ്യണം. നാടിനോടൊപ്പം യാത്ര ചെയ്യണം. ഈ സംഘടനയ്ക്ക് അകത്ത് നിൽക്കണം. ഒരു സംഘടനയ്ക്ക് ഒരു ബലമുണ്ട്, സംഘടനയ്ക്ക് ഒരു ശരീരമുണ്ട്. ആ ശരീരത്തിനകത്ത് നിൽക്കണം. ആരാണോ ലീഡർഷിപ്പ് അവരോടൊപ്പം ചേർന്ന് നിൽക്കണം. അവസാനിപ്പിക്കുന്നു. കേരളത്തിൽ വിജയിച്ചവരെല്ലാം ഔദ്യോഗിക കച്ചേരിയോടൊപ്പം ചേർന്നുള്ളവരാണ്. കേരളത്തിൽ വലിയ ശേഷിയും ബുദ്ധിയും കഴിവൊക്കെ ഉണ്ടാവും. പക്ഷേ ഔദ്യോഗിക കച്ചേരിക്കെതിരെ റിബൽ പ്രവർത്തനം നടത്തിയ ഒരുത്തരും ഒരിടത്ത് രക്ഷപ്പെട്ടിട്ടില്ല. അഥവാ എസ്റ്റാബ്ലിഷ്മെന്റ് കൂടെ നിൽക്കുന്നവർ ജയിക്കും. അതുകൊണ്ട് ഈ സംഘടനയോടൊപ്പം, ഇതിന്റെ ഭാരവാഹികളോടൊപ്പം തോട് ചേർന്ന് വയ്ക്കുക. മീറ്റിംഗ് വിളിച്ചാൽ വരിക. വലിയ തിരക്ക് അഭിനയിക്കാതിരിക്കുക. സംഘടനയോട് ചേർന്ന് നിൽക്കുക. എല്ലാ കാര്യങ്ങളിലും കൂട്ടായിട്ട് ആലോചിക്കുക. പുതുതായിട്ട് കടന്നു വരുന്നവരെ ചേർത്ത് തന്നെ പിടിച്ചുകൊള്ളുക. അവരേക്കും കൂടി സമാശ്വാസം കൊടുക്കുക. കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി ഒരുമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങളോടൊപ്പം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാവും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവും, നമ്മുടെ സംഘടന ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.